ഇത് ഷാർജയിലുള്ള ഒരു അൽനദ ഇത് ഷാർജയിൽ അൽനദ എന്ന സ്ഥലം കേട്ടോ. അപ്പോൾ ഇവിടെ ഉള്ള ഒരു ബെൻസിൻ്റെ യൂസ്ഡ് പാർട്സ് വെക്കുന്നൊരു ഷോപ്പാട്ടത്. ഇപ്പോൾ ഇവിടെ ഒരുപാട് എഞ്ചിനുകൾ കാര്യങ്ങളൊക്കെ കാണട്ടോ. ഇവിടെ ഒരു ലോഡ് സാധനങ്ങളുണ്ട്. വെൽക്കം ബാക്ക് പെർഫോമൻസ് മെക്കാനിക് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് വന്നത് ഷാർജയിലാണ്. അപ്പോൾ ഷാർജയിലുള്ള ഒരു യൂസ്ഡ് കാറിൻ്റെ മാർക്കറ്റ് കേട്ടോ ഈ സ്ഥലം. അപ്പോൾ ഇവിടെ ഒരുപാട് എഞ്ചിനുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ കാണാം. അപ്പോൾ ഇവിടെ ബെൻസിൻ്റെ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത് ബെൻസിൻ്റെ പാർട്സുകൾ കിട്ടുന്ന കുറേ ഷോപ്പുകളുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ബിൽഡ് ക്വാളിറ്റിയുള്ള നല്ല ഒറിജിനൽ സാധനങ്ങൾ അവിടെ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോയിൽ കിടക്കുക, അവിടെ നേരിട്ട് കാണാം സംഭവങ്ങളൊക്കെ. ഈ ഒരു ഷോപ്പിൽ ഫുള്ള് ബെൻസിൻ്റെ പാർട്സ് മാത്രമായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ബെൻസിൻ്റെ എല്ലാ ടൈപ്പ് എൻജിനും അതേപോലെ തന്നെ എല്ലാ ടൈപ്പ് ഗിയർ ബോക്സ്, ഡിഫറൻഷ്യൽ, സസ്പെൻഷൻ, ഇങ്ങനെ എല്ലാവിധ പാർട്സുകളും ഈ ഒരു ഷോപ്പിൽ കിട്ടും. അത് പല ടൈപ്പിലുള്ള സാധനങ്ങളുണ്ട്. അതേപോലെ തന്നെ ഇവിടെ കുറേ എൻജിനുണ്ട്. എൻജിന് കുറേ അങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻജിനും ഗിയർ ബോക്സും ഫുള്ള് സെറ്റായിട്ടാണ്. ഇത് V8 എൻജിനാട്ടോ. V8 എൻജിൻ 18 ടർബോ ചാർജഡ് എൻജിനാണ്. ഇത് ഈ ക്ലാസ് ബെൻസിനൊക്കെ വരുന്ന എൻജിനാണെന്ന് തോന്നുന്നത്. അതുപോലെ AMGൻ്റെ ഒരു എൻജിൻ ഉണ്ട്. ഇത് AMG ആണ്. AMG പറയുമ്പോൾ അതിൻ്റെ പെർഫോമൻസ്, അതിൻ്റെ BHP പവർ ക്ലാഷൻ കൂടുതലായിരിക്കും ആ എൻജിന്. ഇതിന് എൻജിൻ മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് ആട്ടോ. ഇതിൻ്റെ മേലെ കുറേ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. ഇഗ്നിഷൻ കോയിൽ, മറ്റേ VCT, ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഈ എൻജിൻ്റെ മേലേക്ക് വരുന്നുണ്ട്. സാധാ വാഹനങ്ങളെ എൻജിൻ പോലെയല്ല ബെൻസിൻ്റെ എൻജിൻ. ലേശം കൂടി ഒന്ന് കോംപ്ലിക്കേറ്റഡ് ആണ്. ഈ കാണുന്നൊക്കെ എൻജിനാട്ടോ. ഇതൊക്കെ പഴയ വാഹനങ്ങളൊക്കെ എൻജിനാണ്. ഇപ്പോൾ നമ്മളെ വാഹനത്തിന് വല്ല എൻജിനുള്ള സൗണ്ടോ വല്ല മിസ്ഫയറോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ വന്നിട്ടൊരു എൻജിൻ മാറാം. ഇവിടെ എൻജിന് 10,000 ദിറംസിലാണ് എൻജിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ 40,000 50,000 ദിറംസൊക്കെ വരെ വരും. ഇത് ഒരു AMGൻ്റെ എൻജിനാട്ടോ. AMG വാഹനത്തിൻ്റെ എൻജിനാണ്. നല്ല അടിപൊളിയാണ്. ഇത് കാണാനൊക്കെ നല്ല രസമുണ്ട് ഈ ഒരു എൻജിൻ്റെ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ. അതുപോലെ V12 എൻജിനാട്ടോ. ഇത് S ക്ലാസ് ബെൻസിനൊക്കെ വരുന്നൊരു എൻജിനാണ്. മെബാക്കിനൊക്കെ വരും ഇങ്ങനത്തെ എൻജിൻ. V12 എൻജിൻ അത്യാവശ്യം നല്ല 18 ടർബോ ചാർജിൽ നല്ല പവർഫുൾ ആയിട്ടുള്ള എൻജിനാണ്. അതുപോലെ അത് വേറൊരു എൻജിനാണ്. ഇത് ഫ്രണ്ട് വീൽ ഡ്രൈവ് ഉള്ള ഏതൊരു വാഹനത്തിൻ്റെ എൻജിനാണിത്. G ക്ലാസ് M ക്ലാസ് അങ്ങനെ ഏതൊരു വാഹനത്തിൻ്റെ എൻജിനാണിത്. അതേപോലെ പഴയ എൻജിന്, പഴയ ടൈപ്പ് വാഹനത്തിൻ്റെ എൻജിനൊക്കെ ഇവിടെ കിട്ടും. എല്ലാം ഓരോ എൻജിനും ഡിഫറെൻ്റ് കേട്ടോ. ഓരോ എൻജിനും ഡിഫറെൻറ്റ് ടൈപ്പാണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് ഓരോ എൻജിനുകൾ തമ്മിൽ. അതുപോലെ ഡിഫറൻഷ്യലൊക്കെ ഇവിടെ കൂടിയിട്ടുണ്ട്. ഇവിടെ കുറേ ഡിഫറൻഷ്യലാണ് കാണുന്നത്. ഈ G ക്ലാസ്സിനൊക്കെയാണ് ഈ ഡിഫറൻഷ്യൽ വരുന്നത്. റിയർ വീൽ ഡ്രൈവ്, ഓൾ വീൽ ഡ്രൈവ് വാഹനത്തിനൊക്കെ ഡിഫറൻഷ്യലുണ്ട്. അതേപോലെ എൻജിൻ ഇവിടെ കാണാം. ഇതൊക്കെ V8 എൻജിനായി കാണുന്നതൊക്കെ. നല്ല രസമാണ് കേട്ടോ കാണാൻ. എത്ര കൂടുതൽ എൻജിൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഈ കാണുന്നതൊക്കെ ബെൻസിൻ്റെ എൻജിനാണ്. ബെൻസിൻ്റെ കമ്പനി പോയി കഴിഞ്ഞാൽ എത്ര എൻജിൻ ഉണ്ടാവില്ല ചിലപ്പോൾ. എനിക്ക് ഒരു 100ലധികം എൻജിൻ ഇവരിവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇത് വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ അവർ കയറ്റി അയക്കുകയൊക്കെ ചെയ്യും എൻജിൻ. അതേപോലെ ഇവിടെ ഡിഫറൻഷ്യൽ, സസ്പെൻഷൻ്റെ പാർട്സുകൾ, അതേപോലെ വാഹനങ്ങളും ഇതിൻ്റെ അകത്ത് സ്റ്റോക്ക് ഉണ്ട്. ഏതാ ക്ലാസ് എന്നറിയില്ല. C ക്ലാസ്, G ക്ലാസ് ഒക്കെ വാഹനങ്ങൾ ഇതിൻ്റെ അകത്ത് സ്റ്റോക്ക് ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഇല്ലാത്ത പാർട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ വേറെ സ്ഥലത്ത് നിന്ന് വരുത്തിച്ച് തരും. ഇത് ഈ ഒരു എൻജിൻ്റെ ഇഞ്ചക്ടർ ഞാൻ നാട്ടിൽ നിന്ന് മാറിയിട്ടുണ്ട്. ഇതൊരു 4 സിലിണ്ടറുള്ള GDI എൻജിനാണ്. പെട്രോൾ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എന്നുള്ള സംഭവമുള്ളൊരു എൻജിനത്. അപ്പോൾ ഇതിൻ്റെ ഇഞ്ചക്ടർ കംപ്ലൈൻറ്റ് ആകുന്നൊരു പ്രശ്നമുണ്ട് നാട്ടിൽ. അപ്പോൾ ഇതിൻ്റെ ഇഞ്ചക്ടറും റെയിൽ കാര്യങ്ങളൊക്കെയാണ്. ഇത് നാട്ടിൽ ഞാൻ ഒരു പ്രാവശ്യം ഒരു വണ്ടിക്ക് മാറിയിട്ടുണ്ട്. ഇത് ടർബോ ചാർജ്ഡ് 4 സിലിണ്ടർ എൻജിനാണ്. പെട്രോൾ ഡയറക്റ്റ് ഇഞ്ചക്ഷനാണ്. മോഡേൺ ആയിട്ടുള്ളൊരു എൻജിനാണിത്. നാട്ടിലുള്ള വാഹനങ്ങളിലൊക്കെ ഈ ഒരു എൻജിൻ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പാർട്സുകളൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടും, അവൈലബിളാണ്. ഇവിടുന്ന് വേണം വാങ്ങിച്ചു കൊണ്ടുപോകാം പാർട്സുകളൊക്കെ. ഇതിനൊരു ടർബോ ഇൻ്റർ കൂളറൊക്കെ വരുന്നുണ്ട്. ലിക്വിഡ് ടർബോ ഇൻ്റർ കൂളറാണ് വരുന്നത്. ഇതിൻ്റെ ഓഫീസാണ്. അപ്പോൾ ഇതിൻ്റെ ഓഫീസിൻ്റെ അകത്ത് അവർ ഇലക്ട്രിക് സാധനങ്ങളൊക്കെ, ഇലക്ട്രിക് മൊഡ്യൂളുകൾ കാര്യങ്ങളൊക്കെ അവർ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന ഹെഡ്ലൈറ്റിൻ്റെ മൊഡ്യൂളുകൾ, അതേപോലെ വാഹനത്തിൻ്റെ അകത്ത് വരുന്ന ഒരുപാട് മൊഡ്യൂളുകൾ വരുന്നുണ്ട്. ആ സംഭവങ്ങളൊക്കെ അവിടെ കാണുന്നത്. ഇപ്പോൾ ബെൻസാകുമ്പോൾ അതിൽ ഒരുപാട് മൊഡ്യൂൾ വരുന്നുണ്ട് ഈ വാഹനത്തിൽ. വെറുതെ അവർ ഡോറിൻ്റെ ഉള്ളിലും ഒരുപാട് അനാവശ്യമായിട്ട് കുറേ മൊഡ്യൂളുകൾ ഈ ഒരു വാഹനത്തിലുണ്ട്. ആ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. AC കൺട്രോൾ യൂണിറ്റ്,
റേഡിയോൻ്റെ ഡിസ്പ്ലേ, ഇതൊക്കെ ബെൻസിൻ്റെ റേഡിയോ. ഈ കാണുന്നതൊക്കെ ഹെഡ്ലൈറ്റിൻ്റെ മൊഡ്യൂൾ, അതേപോലെ ക്യാമറേൻ്റെ മൊഡ്യൂൾ, ഇത്തരം സംഭവങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട്. അതേപോലെ ഫ്രണ്ട് സാം, റിയർ സാം, ഇങ്ങനെ ഒരുപാട് മൊഡ്യൂൾ ഈ ഒരു ബെൻസ് വാഹനത്തിൻ്റെ അകത്ത് വരുന്നുണ്ട്. ആ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ ഇത് വാങ്ങിച്ച് കൊണ്ടുപോയിട്ട് നന്നാവില്ലെന്ന് നമുക്ക് പറയാം. മൊഡ്യൂളൊക്കെ വാങ്ങിക്കുന്നതിന് മുന്നേ കറക്റ്റ് കൺഫേം ചെയ്യണം, ഡയഗ്നോസ് ചെയ്തിട്ട് ആ മൊഡ്യൂൾ കംപ്ലൈൻറ്റ് എന്നിട്ട് മാത്രമേ ഇത് വാങ്ങിച്ചു കൊണ്ടാൻ പറ്റുള്ളൂ. ഈ കാണുന്നത് ക്ലോക്ക് സ്പ്രിങ് കേട്ടോ. ക്ലോക്ക് സ്പ്രിങ് ഒക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവമാണ്. അതേപോലെ ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ച്, AC-ൻ്റെ സ്വിച്ചുകൾ, ഇഗ്നീഷൻ സ്വിച്ച്, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ബെൻസ് വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരൊന്നും അതിന് പേടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സാധനങ്ങൾ വാങ്ങിക്കാൻ സാധിക്കും. ഇപ്പോൾ ബെൻസിൻ്റെ പാർട്സ് കമ്പനി പോയി വാങ്ങിക്കുകയാണെങ്കിൽ സംഖ്യ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനത്തെ യൂസ്ഡ് മാർക്കറ്റിലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ കിട്ടും. അപ്പോൾ അതിനെന്തായാലും ഓവർ പൈസയൊന്നും വരില്ല എന്തായാലും. അതേപോലെ ഇലക്ട്രിക് ടർബോ ചാർജർ കേട്ടോ. ബെൻസിൻ്റെ ചില മോഡലിൽ ഇലക്ട്രിക് ടർബോ ചാർജർ വരുന്നുണ്ട്. അപ്പോൾ അതാണിത്. അപ്പോൾ ഇത് 48 വോൾട്ടിലാണ് ഈ ഒരു സംഭവം വർക്ക് ചെയ്യുന്നത്. ഇതേപോലത്തെ ഒരുപാട് ഷോപ്പുകൾ ഈ ഒരു ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു ഷോപ്പ് മാത്രമല്ല ഉള്ളത്. ഈ ഒരു ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.